നമുക്ക് ഇമ്മ്യൂണൈസേഷനെ കുറിച്ചൊന്ന് പഠിക്കാം. നാട്ടിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സംഭവമാണ്, ബേസിക് ആയിട്ട് കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷനാണ്. അത് ആദ്യത്തെ കുറച്ച് ഇമ്മ്യൂണൈസേഷൻ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. അതായത് എന്തൊക്കെയാണ് കൺഫ്യൂഷൻ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അത് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നതാണ്, അതിലൊരു ലിസ്റ്റ് കാണും. മനസ്സിലായോ? ഇപ്പം എൻ്റെ കൊച്ചിൻ്റെ പേര് യസ്രിക് എന്നാണ്. അപ്പം അവന് ഞങ്ങൾ കൊടുത്ത ഇമ്മ്യൂണൈസേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കാര്യം പഠിച്ചിരിക്കാൻ. കാരണം ഞങ്ങൾ ആദ്യം കൊച്ചിനെ ജനിച്ചു കഴിഞ്ഞിട്ട് കൊച്ചിന് ആദ്യം വെയിറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞങ്ങൾക്ക്. പക്ഷേ സാധാരണ ഞങ്ങൾ കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊടുത്തതെന്ന് വെച്ചാൽ, ആദ്യം കൊച്ചിന് ഓറൽ പോളിയോ വാക്സിനാണ്. ഓറൽ പോളിയോ വാക്സിനും BCGയും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, ഹെപ്പ് ബി എന്ന് പറയും. ഈ 3 വാക്സിനുമാണ് കൊച്ചിന് ജനിച്ച 0 ഡേയ്സിൽ കൊടുക്കുന്നത്. കാരണം കൊച്ചിന് 2 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കും. ആ വെയിറ്റ് കുറവാണെങ്കിൽ കൊച്ചിന് ചിലപ്പോൾ 2 കിലോ വെയിറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ പറയും. ഞങ്ങളുടെ കേസിൽ അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് 24 മണിക്കൂറിനുള്ളിൽ ഹെപ്പ വാക്സിനും കൊടുക്കണം, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കണം. അപ്പോൾ ഇതാണ് ബേസിക്. പിന്നെ രണ്ടാമതാണ് നമ്മൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഏതൊക്കെ ആഴ്ചയിലാണ് കൊടുക്കുന്നത്, 6ാമത്തെ ആഴ്ചയിലും 10ാമത്തെ ആഴ്ചയിലും 14ാമത്തെ ആഴ്ചയിലുമാണ് നമ്മൾ മെയിനായിട്ട് ഈ മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 6ാമത്തെ ആഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് 2 ഇഞ്ചക്ഷനും 2 ഓറൽ വാക്സിനും ഞങ്ങളോട് വാങ്ങിച്ചുകൊണ്ട് വരാൻ, കാരിത്താസിലാണ് കൊടുത്തത്, വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 ഇഞ്ചക്ഷനും കൊടുത്തു, 2 ഓറൽ വാക്സിനും കൊണ്ടുപോകണം. അപ്പം എന്തായിരുന്നു ഇഞ്ചക്ഷൻ? അപ്പൊ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് പെൻഡാവാലന്റ് എന്ന് പറയും. പെൻഡാവാലന്റ് എന്ന് പറയുന്നത് അത് ഒരു 5 വാക്സിനുകളുടെ ഒരു കോമ്പിനേഷനാണ്, ഒറ്റ വൈറസ്. കാരണം ഈ പെൻഡാവാലന്റ് എന്ന് പറയുന്ന വാക്സിൻ പല കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്. ബിൽ ഗേറ്റ്സിന്റെ ഒക്കെ കമ്പനി ഉണ്ടാക്കുന്നതിന് 4000 രൂപ, 5000 രൂപ, 10000 രൂപയ്ക്കാണ്. അങ്ങനെ പല കമ്പനിയുടെ ഉണ്ട്. കാരണം വേദന കുറഞ്ഞത്, കൂടിയത്, ഒട്ടും വേദന ഇല്ലാത്തത്, അങ്ങനെ പല സംഭവങ്ങൾ ഇതിന് ഈ പെൻഡാവാലന്റിനുണ്ട്. അപ്പം ഈ പെൻഡാവാലന്റിൽ ഒന്ന് ഡിഫ്തീരിയ, പെട്രൂസിസ്, ടെറ്റനസ്, ഇത് 3 ഉണ്ട്. അതുകൂടാതെ ഇതിന്റെ കൂടെ ഹെപ്പറ്റൈറ്റിസ് ബിയും പിന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ഹിപ്പ് വാക്സിൻ, ഹിപ്പ് ബി എന്ന് പറയും. ഈ 3 വാക്സിനുകളാണ്, ഈ 5 വാക്സിനുകളാണ് കൊച്ചിന് ആദ്യത്തെ ആഴ്ച കൊടുത്തത്. അതിൽ പെൻഡാവാലന്റും വാലന്റ് എന്ന് പറയുന്ന ഈ 5 അസുഖങ്ങളുടെ കോമ്പിനേഷനാണ്. ഈ 5 അസുഖങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഭവമാണ്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ കൊടുത്ത സംഭവമാണ് PCV. അതായത് കൊച്ചിന് ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ, അതാണ് അതിന്റെ പേര്, PCV. അപ്പൊ PCVക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്തുള്ളത് നമ്മൾ കുറച്ച് അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിനാണ്. അതായത് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാതിരിക്കാൻ, ന്യൂമോണിയ ഉണ്ടാകാതിരിക്കാൻ, ഓട്ടൈറ്റിസ് മീഡിയ ഉണ്ടാകാതിരിക്കാൻ, കാരണം ചെവിയിലെ ഇൻഫെക്ഷനാണ്, പിന്നെ സെപ്സിസ് ഉണ്ടാകാതിരിക്കാൻ. ഈ 4 അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മൾ PCV വാക്സിൻ കൊടുക്കുന്നത്. ഇതും കൊച്ചിന് ജനിച്ച് 6ാമത്തെ ആഴ്ചയെ കൊടുക്കും. അതാണ് ഈ 2 ഇഞ്ചക്ഷൻ. ഇത് രണ്ടും 2 സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ റൊട്ടാ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊച്ചിന് ഗ്യാസ്ട്രിക് ലൂസ് മോഷൻ, ഡയറി ഒക്കെ ഉണ്ടായി കൊച്ചുങ്ങൾ ഒരുപാട് മരണപ്പെട്ടു പോകാനുള്ള, ഡിസെൻട്രി മൂലമൊക്കെ മരണപ്പെട്ടു പോകാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷനുകൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് റൊട്ടാ വൈറസ് എന്ന് പറയുന്ന ഒരു സംഭവം ഓറൽ വാക്സിനായിട്ട് കൊടുക്കും. അതുകൂടാതെ ഓറൽ പോളിയോ. ഈ 4 മെഡിസിനുകളാണ് നമ്മൾ 6ാമത്തെ ആഴ്ച ഞങ്ങൾ കൊടുത്തത്. അത് കഴിഞ്ഞ് 10ാമത്തെ ആഴ്ച ചെന്നപ്പം ഈ പെൻഡാവാലന്റിന്റെ 2nd ഡോസും PCVയുടെ 2nd ഡോസും ഈ റൊട്ടാ വൈറസിന്റെ 2nd ഡോസും ഓറൽ പോളിയോ വാക്സിന്റെ 2nd ഡോസും കൊടുത്തേ. മനസ്സിലായോ? ഇതിന്റെ എല്ലാം 2nd ഡോസ്. ഇനി 14ാമത്തെ ആഴ്ചയിൽ ചെന്നപ്പോഴാണ് ഒരു വ്യത്യാസം വന്നത്. 14ാമത്തെ ആഴ്ചയിൽ ചെന്നപ്പം ഈ പെൻഡാവാലന്റിന്റെ 3rd ഡോസ്, 3ാമത്തെ ഡോസും PCVയുടെ 3rd ഡോസും കൊടുത്തു. പക്ഷെ അതുകൂടാതെ ഒരു ഇഞ്ചക്ഷൻ കൂടി അഡീഷണൽ ഉണ്ട്. 3 ഇഞ്ചക്ഷനാണ്. ഒന്ന് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, ഇതും കൂടി കൂട്ടിയാണ് ഈ മൂന്നാമത്തെ പ്രാവശ്യം 14ാമത്തെ ആഴ്ച ഞങ്ങൾ ചെല്ലുമ്പോൾ കൊടുത്തത്. ഒപ്പം ഓറൽ വാക്സിൻ ഒന്നേ ഉള്ളൂ, പോളിയോ വാക്സിൻ മാത്രം. റൊട്ടാ വൈറസ് ഇവിടെ ക്യാൻസൽ.
ഇല്ല, നമ്മുടെ രാജ്യത്ത് കൊടുക്കാറില്ല, പക്ഷെ ചില രാജ്യങ്ങളിൽ കൊടുക്കാറുണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് കൊച്ചിന് കൊടുക്കുന്ന ആദ്യത്തെ ഇമ്മ്യൂണൈസേഷൻ. മനസ്സിലായോ? 0 ഡേയ്സും കൂടി കൂട്ടി 4 എണ്ണമാണ്, 4 ടൈമായിട്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത വാക്സിൻ അടുത്ത പഠിക്കാം.